ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLലെ രണ്ടാമത്തെ മത്സരത്തിൽ മുംബൈ സിറ്റി FCയോട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ഈ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ വിദേശ താരമായ കെവിൻ യോക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാം പകുതിയിൽ പകരക്കാരന്റെ വേഷത്തിൽ അദ്ദേഹം എത്തി. ചില മുന്നേറ്റങ്ങളൊക്കെ നടത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് വിഫലമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യം, മത്സരത്തിന്റെ 49-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന്റെ മികച്ച ഒരു മുന്നേറ്റമുണ്ടായിരുന്നു. ബോക്സിലേക്ക് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അവിടെ എതിർ താരം ഫൗൾ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് കെവിൻ യോക്കിനെ അവിടെ വീഴ്ത്തി എന്നുള്ളതാണ്. അത് ബോക്സിനകത്താണോ അതോ ബോക്സിന് തൊട്ട് വെളിയിലാണോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. റഫറി പിന്നീട് വിധിച്ചത് അത് ബോക്സിന് തൊട്ട് വെളിയിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റഫറി കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി കൊണ്ട് പെനാൽറ്റി നൽകിയില്ല, മറിച്ച് ഒരു ഫ്രീ കിക്കാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കെവിൻ യോക്ക് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് അത് പെനാൽറ്റിയാണ് എന്നാണ് കെവിൻ യോക്കിന്റെ വാദം. ബോക്സിനകത്ത് വെച്ചുകൊണ്ടാണ് തന്നെ വീഴ്ത്തിയിട്ടുള്ളത് എന്നുള്ളത് കെവിൻ യോക്ക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമായിക്കൊണ്ട് ഒരു വീഡിയോ ക്ലിപ്പ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതായത് ബോക്സിനകത്ത് വെച്ചുകൊണ്ട് എതിർ താരം തന്നെ ഫൗൾ ചെയ്യുന്നതിന്റെ വ്യക്തമായ ഒരു വീഡിയോ ക്ലിപ്പാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. കൂടാതെ ഒരു ഞെട്ടൽ അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് അദ്ദേഹം എഴുതിയത് നോ പെനാൽറ്റി എന്നാണ്. എന്നിട്ട് ഞെട്ടുന്ന ഒരു ഇമോജിയും അദ്ദേഹം അവിടെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അത് പെനാൽറ്റിയാണ്, അത് റഫറി അനുവദിക്കാത്തതിൽ അദ്ദേഹം ഞെട്ടൽ രേഖപ്പെടുത്തുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഒരു പെനാൽറ്റി അവിടെ ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് ഫ്രീ കിക്ക് ലഭിച്ചു. വിക്ടർ ബെർത്തോമു ആ ഫ്രീ കിക്ക് എടുത്തെങ്കിലും അത് വാളിൽ തട്ടി തെറിക്കുകയായിരുന്നു. ഏതായാലും 2 മത്സരങ്ങൾ കളിച്ചിട്ട് ഒരൊറ്റ ഗോൾ പോലും ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടില്ല. അത് ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.